വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സ്റ്റെഫാനിയ. ഇന്ന് നമുക്ക് ഉള്ള ബ്രൈഡിൻ്റെ പേരാണ് അനീഷ. ഇന്ന് അനീഷയുടെ മധുരം വെപ്പാണ്. അപ്പോൾ നമുക്കിന്ന് മധുരം വെപ്പിൻ്റെ മേക്ക് ഓവർ നമുക്ക് കാണാം. നമ്മൾ അനീഷയ്ക്ക് ചെയ്യാൻ വേണ്ടി പോണത് എയർ ബ്രഷ് മേക്കപ്പാണ്. ഒരു ട്രഡീഷണൽ ലുക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഹെയർ എല്ലാം ക്രിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഹെയർ സ്റ്റൈലിങ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഫേസ് മേക്കപ്പ്, അത് കഴിഞ്ഞിട്ടാണ് ഹെയർ സ്റ്റൈൽ, ദെൻ ലാസ്റ്റ് നമ്മൾ സാരി ഡ്രേപ്പിംഗ് ചെയ്യും. നമുക്ക് മേക്കപ്പിലോട്ട് പോവാം. പെട്ടെന്ന് വേർക്കൂലെന്നല്ലേ? മുഖത്ത് വലിയ ഡ്രൈനെസ് പോലെ തോന്നാറുണ്ടോ? ഇല്ല, സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കണം പോലെ തോന്നില്ലല്ലോ. നമ്മൾ ബ്രൈഡിൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണിങ് ചെയ്തു, പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. മോയ്സ്ചറൈസറിന് ശേഷം നമ്മളൊരു പ്രൈമർ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു എസെൻഷ്യൽ ഓയിലാണ് ഇപ്പോൾ ബ്രൈഡിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 to 3 minutes വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മിനി ഹാൻഡ് ഫാൻ യൂസ് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസ് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ കൺസീൽ ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കളർ കറക്ഷൻ ആണ്. ഈ ബ്രൈഡിന് അത്ര ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സ് ഇല്ലായിരുന്നെങ്കിലും മൗത്ത് ഏരിയയിലും അണ്ടർ ഐസിലും കമ്പാരിറ്റീവ്ലി കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു ഏരിയക്ക് മാത്രമായിട്ട് ഒന്ന് കളർ കറക്ഷൻ ചെയ്ത് കൊടുക്കുകയാണ്. കളർ കറക്ഷനും പിന്നെ ഒരു ബേസും നമ്മൾ സെറ്റ് ആയതിനു ശേഷം നമ്മൾ എയർ ബ്രഷ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എയർ ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ഫൗണ്ടേഷൻ എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഐ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ക്രീസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ചെയ്യുന്നത്. എൻ്റെ ഇന്നത്തെ ബ്രൈഡിൻ്റെ ഐസ് കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ ക്രീസ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് ക്രീസ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഐ മേക്കപ്പ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാനാണ്. ഓൾറെഡി നമ്മൾ എയർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ബ്ലഷിന്റെ നീഡ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ബ്ലഷ് ആപ്ലിക്കേഷന് ശേഷം നമ്മൾ അതിന്റെ മേളിലേക്ക് ഹൈലൈറ്റ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ
ഈ ഒരു ടൈമിലൊക്കെ എൻ്റെ ബ്രൈഡ് നല്ല ഉറക്കമാണ്. കാരണം നമുക്കറിയാമല്ലോ ബ്രൈഡ്സ് ഈ ഒരു വെഡ്ഡിങ് ടൈമൊക്കെ ആകുമ്പോൾ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കൊരു റെസ്റ്റ് ഇല്ലാത്തൊരു ടൈമായിരിക്കും. അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്യണ ടൈമിലായിരിക്കും അവർക്ക് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൈം. ഞാനും ഇങ്ങനത്തെ ഒരു ടൈമിൽ ബ്രൈഡ്സിനെ മാക്സിമം റിലാക്സ് ആയിട്ട് ഇരുത്താനാണ് നോക്കാറുള്ളത്. ലാസ്റ്റ് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാറുള്ളൂ. അത്രയും നേരം അവർക്ക് കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് അവരുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു നാപ്പ് ടൈം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, അനീഷയുടെ കണ്ണ് കുറച്ച് ചെറിയ കണ്ണായതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഉള്ളിലധികം ഡാർക്കായിട്ട് കണ്ണ് എഴുതണില്ല. പകരം ജസ്റ്റ് ഒന്ന് അവിടെ ഹൈലൈറ്റ് മാത്രം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഐസ് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴെയുള്ള ലാഷസും കൂടെ ഒന്ന് മസ്കാര യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിലോട്ട് കിടക്കാം. ഓൾറെഡി നമ്മൾ ഹെയർ ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാക്കിലുള്ള ഹെയർസ് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ട് എക്സ്റ്റൻഷൻ കൂടെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബ്രെയ്ഡഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് വേണ്ടത്. എന്നിട്ട് മുല്ലപ്പൂവാണ് നമ്മളിന്ന് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രണ്ട് വേരിയേഷൻ എല്ലാം ചെയ്തിട്ട് ഹെയർ സെറ്റ് ചെയ്തിട്ട് പിന്നീടാണ് ഞാൻ ബ്രെയ്ഡ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തത്. ഫ്രണ്ടിൽ നമ്മൾ എന്നിട്ട് ലൈൻ ആയിട്ടുള്ള ടെക്സ്ചർ കൊടുത്തിട്ട് ബാക്കിലോട്ട് ഹെയർ 4 പിന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുല്ലപ്പൂ വെച്ച് കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാൻ കുറച്ച് ഹെയർ പീസസ് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബ്രൈഡിന്റെ ഫോർഹെഡ് കുറച്ച് ബ്രോഡർ ആയിരുന്നു. അപ്പോൾ അതൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഹെയർസ് കേൾ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സാരി ഡ്രൈപ്പിംഗും കൂടെ ചെയ്തു. സോ ഇതാണ് നമ്മളുടെ ബ്രൈഡ് അനീഷയുടെ എൻഗേജ്മെന്റ് ഈവ് ലുക്ക് അഥവാ മധുരം വെപ്പിന്റെ ലുക്കാണ്. കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ എന്നാൽ അത്ര ട്രഡീഷണൽ അല്ലാത്തൊരു ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ സൈഡിൽ ഇയറിംഗ്സിന്റെ കൂടെ ഇയർ ചെയിനും കൂടെ കൊടുത്ത് ഈ ലുക്ക് കുറച്ചും കൂടെ മോഡേൺ ആക്കിയിട്ടുണ്ട്. യൂഷ്വലി മധുരം വെപ്പ് ട്രഡീഷണൽ ലുക്കാണെങ്കിൽ നമ്മൾ കൊടുക്കാറുള്ളത് പുട്ടപ്പാണ്. പുട്ടപ്പ് ചെയ്തിട്ട് മുല്ലപ്പൂ വെക്കുന്നതിന് പകരം നമ്മൾ അനീഷയ്ക്ക് ചെയ്തേക്കുന്നത് ബ്രെയ്ഡ് ചെയ്തിട്ട് മുല്ലപ്പൂ വെക്കുന്നതാണ്. അപ്പൊ കുറച്ചും കൂടെ ഈ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ മേക്കപ്പ് എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് സെഷൻ ആയിരുന്നു. ആൻഡ് ഈ ഒരു പാട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അനീഷയുടെ മധുരം വെപ്പ് ലുക്കിന്റെ വിശേഷങ്ങള്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ അപ്കമിങ് ബ്രൈഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വരീസോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഗ്ലോ മേക്ക് ഓവർ സ്റ്റുഡിയോ ആൻഡ് സലൂൺ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്താൽ മതി. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ.